മധ്യകാല ഇന്ത്യ അധികാര കേന്ദ്രങ്ങൾ. പഠന സൗകര്യത്തിനായി ചരിത്രകാരന്മാർ ചരിത്രത്തെ പ്രധാനമായും പ്രാചീന കാലഘട്ടം, മധ്യകാലഘട്ടം, ആധുനിക കാലഘട്ടം എന്നിങ്ങനെ വിഭജിക്കാറുണ്ട്. ഇന്ത്യ ചരിത്രത്തിൽ പൊതുവെ എട്ടാം നൂറ്റാണ്ടു മുതൽ 18ാം നൂറ്റാണ്ട് വരെയുള്ള നൂറ്റാണ്ടുകളാണ് മധ്യകാലം എന്നറിയപ്പെടുന്നത്. എന്നാൽ യൂറോപ്പിൽ ഇത് പൊതുവെ 5ാം നൂറ്റാണ്ടു മുതൽ 15ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമാണ്. ഡൽഹിയെക്കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇന്ത്യയുടെ തലസ്ഥാനമാണ് ഡൽഹി. ഡൽഹിയുടെ മറ്റ് സവിശേഷതകൾ നമുക്ക് പരിശോധിക്കാം. യമുന നദിയുടെ തീരത്താണ് ഡൽഹി. യമുന നദി ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയായ ഗംഗയുടെ പോഷക നദികളിൽ ഒന്നാണ്. ഉത്തരാഖണ്ഡിലെ യമുനോത്രിയിൽ നിന്നാണ് യമുന ഉത്ഭവിക്കുന്നത്. കുത്തബ് മിനാർ, മെഹ്റൂളിയിലെ ഇരുമ്പ് സ്തംഭം, ജുമാ മസ്ജിദ്, ചെങ്കോട്ട, ഇന്ത്യ ഗേറ്റ് തുടങ്ങിയ ഒട്ടനവധി ചരിത്ര സ്മാരകങ്ങൾ ഡൽഹിയിലുണ്ട്. ഡൽഹി ഒരു അധികാര കേന്ദ്രമായിരുന്നു. നിരവധി രാജവംശങ്ങളുടെ വളർച്ചയ്ക്കും തകർച്ചയ്ക്കും സാക്ഷിയായ നഗരമാണ് ഡൽഹി. അധികാര കേന്ദ്രമായി മാറാൻ ഡൽഹിയെ സ്വാധീനിച്ച ഭൂമിശാസ്ത്ര ഘടകങ്ങൾ. സിന്ധു ഗംഗാ സമതലത്തിലാണ് ഡൽഹി സ്ഥിതി ചെയ്യുന്നത്. ഫലഭൂയിഷ്ഠമായ ഈ പ്രദേശം കാർഷിക പുരോഗതിക്ക് സഹായകരമായി. ആരവല്ലി പർവ്വതനിരകൾ ശത്രുക്കളുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഡൽഹിയെ സഹായിച്ചു. കൂടാതെ ആരവല്ലി പർവ്വതനിരകളിലെ പാറക്കൂട്ടങ്ങളിൽ നിന്ന് കോട്ടകളുടെയും കെട്ടിടങ്ങളുടെയും നിർമ്മാണത്തിനാവശ്യമായ കല്ലുകൾ ശേഖരിക്കാൻ കഴിഞ്ഞു. യമുനാ നദി ജലഗതാഗതത്തെ സഹായിച്ചു. യമുനാ നദി ആവശ്യമായ ജലം ഉറപ്പുവരുത്തി. അനുകൂലമായ ഈ ഭൂമിശാസ്ത്ര ഘടകങ്ങളാണ് ഡൽഹിയെ അധികാര കേന്ദ്രമായി തിരഞ്ഞെടുക്കാൻ ഭരണാധികാരികളെ പ്രേരിപ്പിച്ചത്. ഡൽഹിയിലെ ആദ്യകാല ഭരണാധികാരികൾ രാജവംശങ്ങൾ. എട്ടാം നൂറ്റാണ്ടിൽ രജപുത്ര വിഭാഗത്തിൽപ്പെട്ട തോമര രാജാക്കന്മാരുടെ കാലത്താണ് ഡൽഹി ആദ്യമായി അധികാര കേന്ദ്രമാകുന്നത്. ആരാണ് രജപുത്രർ? മധ്യേന്ത്യയിലെയും വടക്കു പടിഞ്ഞാറേ ഇന്ത്യയിലെയും ക്ഷത്രിയ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു രജപുത്രർ. ഇവരിൽ പ്രധാനികളായിരുന്നു തൊമരന്മാരും ചൗഹാന്മാരും. എട്ടാം നൂറ്റാണ്ട് മുതൽ 12ാം നൂറ്റാണ്ടിന്റെ മധ്യം വരെ തൊമരന്മാർ ഡൽഹി ഭരിച്ചു. അനംഗപാലനായിരുന്നു പ്രധാന ഭരണാധികാരി. തൊമരന്മാരെ തുടർന്ന് ചൗഹാന്മാർ ഡൽഹിയിൽ അധികാരത്തിലെത്തി. ഡൽഹിയുടെ ആദ്യകാലത്തെ പേര് എന്തായിരുന്നു? ദില്ലിക. ഡൽഹി അധികാര കേന്ദ്രമാക്കിയ ആദ്യ രാജവംശം ഏതായിരുന്നു? തൊമര രാജവംശം. തൊമര രാജാക്കന്മാരെ തുടർന്ന് ഡൽഹിയിൽ അധികാരത്തിലെത്തിയത് ചൗഹാൻ രാജവംശം. ചൗഹാൻ വംശത്തിലെ അവസാനത്തെ ഭരണാധികാരി പൃഥ്വിരാജ് ചൗഹാൻ. പൃഥ്വിരാജ് ചൗഹാനെ കീഴടക്കി ഡൽഹി പിടിച്ചെടുത്ത് അധികാരം സ്ഥാപിച്ച ഘോറിലെ ഭരണാധികാരി മുഹമ്മദ് ഘോറി. ഘോർ എന്ന സ്ഥലം ഇന്നത്തെ അഫ്ഗാനിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. പൃഥ്വിരാജ് ചൗഹാനെ മുഹമ്മദ് ഘോറി കീഴടക്കിയ യുദ്ധം 1192 രണ്ടാം തരേൻ യുദ്ധം. മുഹമ്മദ് ഘോറി മരണപ്പെട്ടതെപ്പോൾ? 1206. 1206 ഘോറിലെ മുഹമ്മദിന്റെ മരണശേഷം ഡൽഹി കേന്ദ്രമാക്കി ഭരണം ആരംഭിച്ചത് കുതുബുദ്ദീൻ ഐബക്ക്. 1206 കുതുബുദ്ദീൻ ഐബക്ക് ഡൽഹി കേന്ദ്രമായി സ്ഥാപിച്ച രാജവംശം ഏതായിരുന്നു? മാംലൂക്ക് വംശം. മാംലൂക്ക് വംശം അടിമവംശം എന്നും അറിയപ്പെടുന്നുണ്ട്. 1206 മുതൽ 1526 വരെ ഡൽഹി ആസ്ഥാനമായി ഭരണം നടത്തിയവർ സുൽത്താൻമാർ എന്നറിയപ്പെടുന്നു. 1206 മുതൽ 1526 വരെ സുൽത്താൻമാർ ഭരിച്ച കാലഘട്ടം സൽത്തനത്ത് കാലം എന്നും അറിയപ്പെടുന്നു. സൽത്തനത്ത് കാലഘട്ടത്തിലെ പ്രധാന രാജവംശങ്ങൾ മംലൂക്ക് വംശം അഥവാ അടിമവംശം, ഖൽജി വംശം, തുഗ്ലക്ക് വംശം, സയ്യിദ് വംശം, ലോധി വംശം. ഇങ്ങനെ 5 രാജവംശങ്ങളാണ് സൽത്തനത്ത് കാലഘട്ടത്തിൽ ഡൽഹി ഭരിച്ചത്. ഇവരുടെ കാലഘട്ടവും ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്.
മംലൂക്ക് വംശം 1206 മുതൽ 1290 വരെ, ഖൽജി വംശം 1290 മുതൽ 1320 വരെ, തുഗ്ലക്ക് വംശം 1321 മുതൽ 1413 വരെ, സയ്യിദ് വംശം 1414 മുതൽ 1451 വരെ, ലോധി വംശം 1451 മുതൽ 1526 വരെ. അടിമവംശ സ്ഥാപകൻ കുതുബുദ്ദീൻ ഐബക്ക്. അടിമവംശത്തിലെ പ്രധാന ഭരണാധികാരികൾ കുതുബുദ്ദീൻ ഐബക്ക്, ഇൽതുമിഷ്, ബാൽബൻ. ഖൽജി വംശ സ്ഥാപകൻ ജലാലുദ്ദീൻ ഖൽജി. പ്രധാന ഭരണാധികാരി അലാവുദ്ദീൻ ഖൽജി. തുഗ്ലക്ക് വംശ സ്ഥാപകൻ ഗിയാസുദ്ദീൻ തുഗ്ലക്ക്. തുഗ്ലക്ക് വംശത്തിലെ പ്രധാന ഭരണാധികാരികൾ മുഹമ്മദ് ബിൻ തുഗ്ലക്ക്, ഫിറോസ് ഷാ തുഗ്ലക്ക്. സയ്യിദ് വംശസ്ഥാപകൻ ഖിസർ ഖാൻ സയ്യിദ്. ലോധി വംശസ്ഥാപകൻ ബഹലോൽ ലോധി. ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരി ഇബ്രാഹിം ലോധി. ഡൽഹി സൽത്തനത്തിന്റെ വ്യാപനം. കുതുബുദ്ദീൻ ഐബക്കിന്റെ മരണത്തെ തുടർന്ന് 1210 അധികാരത്തിലെത്തിയത് ഇൽതുമിഷ് ആയിരുന്നു. ഇൽതുമിഷ് മുൾത്താൻ, ലാഹോർ, ബംഗാൾ തുടങ്ങിയ പ്രദേശങ്ങൾ കീഴടക്കി. ഇൽതുമിഷ് തന്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന പ്രദേശങ്ങളിൽ ഒരു ഏകീകൃത നാണയ വ്യവസ്ഥ നടപ്പിലാക്കി. അദ്ദേഹം നടപ്പിലാക്കിയ നാണയങ്ങളായിരുന്നു തങ്ക, ജിതൽ. തങ്ക വെള്ളി നാണയവും ജിതൽ ചെമ്പു നാണയവും ആയിരുന്നു. ഇൽതുമിഷിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ മകളായ സുൽത്താന റസിയ ഭരണാധികാരിയായി. ഡൽഹി സൽത്തനത്തിലെ ഏക വനിതാ ഭരണാധികാരിയായിരുന്നു സുൽത്താന റസിയ. ചില പ്രഭുക്കന്മാർ സുൽത്താന റസിയക്കെതിരായതോടെ അധികാരം നഷ്ടമായി. പിന്നീട് ബാൽബൻ അധികാരത്തിലെത്തി. മംലൂക്ക് വംശത്തെ തുടർന്ന് അധികാരത്തിലെത്തിയത് ഖൽജി വംശമായിരുന്നു. ഖൽജി വംശത്തിലെ പ്രധാന ഭരണാധികാരിയായിരുന്നു അലാവുദ്ദീൻ ഖൽജി. അലാവുദ്ദീൻ ഖൽജിയുടെ കാലത്ത് തെക്കേ ഇന്ത്യയിലും പടിഞ്ഞാറേ ഇന്ത്യയിലുമുള്ള പ്രദേശങ്ങൾ ഡൽഹി സുൽത്താൻമാരുടെ ഭരണത്തിന് കീഴിലായി. ഗുജറാത്ത് ആയിരുന്നു അലാവുദ്ദീൻ ഖൽജി ആദ്യം കീഴടക്കിയത്. ഗുജറാത്തിന് ഭൂമിശാസ്ത്രപരമായി ധാരാളം സവിശേഷതകൾ ഉണ്ടായിരുന്നു. നീണ്ട സമുദ്രതീരം ഗുജറാത്തിന്റെ പ്രധാന പ്രത്യേകതയാണ്. അതുകൊണ്ടുതന്നെ നിരവധി തുറമുഖങ്ങൾ ഗുജറാത്തിലുണ്ട്. ഗുജറാത്ത് കീഴടക്കിയതോടെ ഈ തുറമുഖങ്ങൾ അലാവുദ്ദീൻ ഖൽജിയുടെ നിയന്ത്രണത്തിലായി. ഈ തുറമുഖങ്ങൾ വഴി ഇറാഖിൽ നിന്ന് മികച്ച ഇനം കുതിരകളെ ഇറക്കുമതി ചെയ്തു. ഈ കുതിരകൾ അലാവുദ്ദീൻ ഖൽജിയുടെ സൈന്യത്തെ ശക്തിപ്പെടുത്തി. ശക്തമായ ഈ സൈന്യത്തിന്റെ സഹായത്തോടെയാണ് തെക്കേ ഇന്ത്യയിലും പടിഞ്ഞാറേ ഇന്ത്യയിലുമുള്ള പ്രദേശങ്ങൾ അലാവുദ്ദീൻ ഖൽജി നിയന്ത്രണത്തിലാക്കിയത്. ഖൽജി വംശത്തെ തുടർന്ന് തുഗ്ലക്ക് വംശം അധികാരത്തിലെത്തി. തുഗ്ലക്ക് വംശത്തിലെ പ്രധാന ഭരണാധികാരി മുഹമ്മദ് ബിൻ തുഗ്ലക്കായിരുന്നു. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് നടപ്പിലാക്കിയ പ്രധാന ഭരണപരിഷ്കാരമായിരുന്നു തലസ്ഥാന മാറ്റം. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് ദേവഗിരിയിലേക്ക് മാറ്റി. ദേവഗിരിക്ക് ദൗലത്താബാദ് എന്ന പേര് നൽകുകയും ചെയ്തു. വിശാലമായ രാജ്യത്തിന്റെ ഏകദേശം മധ്യഭാഗത്തായിരുന്നു ദൗലത്താബാദ്. തന്റെ സാമ്രാജ്യത്തിനു കീഴിലുള്ള തെക്കേ ഇന്ത്യൻ പ്രദേശങ്ങളിൽ മെച്ചപ്പെട്ട ഭരണം സ്ഥാപിക്കുക എന്നതായിരുന്നു തലസ്ഥാനം ദൗലത്താബാദിലേക്ക് മാറ്റാൻ മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ പ്രേരിപ്പിച്ചത്. തലസ്ഥാനം ദൗലത്താബാദിലേക്ക് മാറ്റിയാൽ എല്ലാ പ്രദേശങ്ങളെയും നിയന്ത്രിക്കാൻ കഴിയുമെന്ന് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് കരുതി. നിരവധി ആസൂത്രണങ്ങൾക്കും ഒരുക്കങ്ങൾക്കും ശേഷമാണ് തലസ്ഥാന മാറ്റം പ്രഖ്യാപിച്ചത്. എന്നാൽ തീരുമാനം നടപ്പിലാക്കിയത് കടുത്ത ഉഷ്ണകാലത്തായിരുന്നു. ദീർഘയാത്രയും ഉഷ്ണവും കാരണം നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ദീർഘകാലം ഡൽഹിയിൽ താമസിച്ച ശേഷം ദൗലത്താബാദിലെത്തിച്ചേർന്നവർക്ക് പുതിയ അന്തരീക്ഷത്തോട് പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല. ഇതേ തുടർന്ന് ഡൽഹിയിലേക്ക് തന്നെ മടങ്ങാൻ ജനങ്ങൾക്ക് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് അനുവാദം നൽകി. തിരിച്ചുള്ള യാത്രയിലും നിരവധി പേർ മരണപ്പെട്ടു. ഇങ്ങനെ തലസ്ഥാന മാറ്റം എന്ന പരിഷ്കാരം അദ്ദേഹം പിൻവലിക്കുകയായിരുന്നു. ബുദ്ധിമാനായ വിഡ്ഢി എന്നാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത്. ബുദ്ധിമാനായ വിഡ്ഢി എന്ന് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ വിശേഷിപ്പിച്ചത് വിൻസെന്റ് സ്മിത്താണ്. തുഗ്ലക്ക് വംശത്തിനു ശേഷം അധികാരത്തിലെത്തിയ സയ്യിദ് വംശത്തിലെയും ലോധി വംശത്തിലെയും ഭരണാധികാരികൾ വളരെ ദുർബലരായിരുന്നു. ഇതോടെ സൽത്തനത്ത് ഭരണം ക്ഷയിക്കാൻ തുടങ്ങി. ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായ ഇബ്രാഹിം ലോധിയെ കാബൂളിലെ ഭരണാധികാരിയായ ബാബർ 1526 ഡൽഹിക്കടുത്തുള്ള പാനിപ്പത്തിൽ വെച്ച് ആക്രമിക്കുകയും പരാജയപ്പെടുത്തുകയും ചെയ്തു. ഈ യുദ്ധം ഒന്നാം പാനിപ്പത്ത് യുദ്ധം എന്നറിയപ്പെടുന്നു. കാബൂൾ ഇന്നത്തെ അഫ്ഗാനിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്.
ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്ന വർഷം 1526. ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ ഏറ്റുമുട്ടിയത് ബാബറുടെ മുഗൾ സൈന്യവും ഇബ്രാഹിം ലോധിയുടെ സൈന്യവും. ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി സൽത്തനത്ത് ഭരണത്തിന് ബാബർ അന്ത്യം കുറിച്ചു. ബാബർ മുഗൾ ഭരണത്തിന് ഇന്ത്യയിൽ തുടക്കം കുറിച്ചു. സൽത്തനത്ത് ഭരണത്തെ തുടർന്ന് ഡൽഹിയിൽ അധികാരം സ്ഥാപിച്ച രാജവംശം മുഗൾ രാജവംശം. മുഗൾ രാജവംശത്തിന് തുടക്കം കുറിച്ചത് ബാബർ. ഡൽഹിയിൽ മുഗൾ ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം 1526 ഒന്നാം പാനിപ്പത്ത് യുദ്ധം. ബാബറുടെ സൈന്യത്തിന് ഇബ്രാഹിം ലോധിയുടെ സൈന്യത്തെ എളുപ്പത്തിൽ പരാജയപ്പെടുത്താൻ കഴിഞ്ഞത് പീരങ്കിയുടെയും വെടിമരുന്നിന്റെയും ഉപയോഗം കൊണ്ടായിരുന്നു. 1526 മുതൽ 1857 വരെ ഡൽഹി കേന്ദ്രമാക്കി ഭരിച്ച മുഗൾ സാമ്രാജ്യത്തിലെ പ്രധാന ഭരണാധികാരികൾ ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്. ഇവരുടെ ഭരണകാലഘട്ടവും ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ പരിശോധിക്കുമ്പോൾ ഹുമയൂണിന്റെ ഭരണകാലഘട്ടത്തിൽ ഒരു ഇടവേള ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മുഗൾ സാമ്രാജ്യ സ്ഥാപകൻ ബാബറാണ്. ബാബറിന് ശേഷം CE 1530 മുതൽ 1540 വരെ അദ്ദേഹത്തിന്റെ മകനായ ഹുമയൂൺ മുഗൾ ചക്രവർത്തിയായി. 1540 മുതൽ 1555 വരെ ഡൽഹി ഭരിച്ചത് ഹുമയൂണിനെ പരാജയപ്പെടുത്തിയ സൂർ വംശമായിരുന്നു. 1540 സൂർ വംശത്തിലെ ഷേർഷാ സൂരി ഹുമയൂണിനെ പരാജയപ്പെടുത്തി. ഷേർഷാ സൂരി 1540 മുതൽ 1545 വരെ ഡൽഹി ഭരിച്ചു. ഷേർഷയുടെ പിൻഗാമികൾ വളരെ ദുർബലരായിരുന്നു. ഈ അവസരം പ്രയോജനപ്പെടുത്തി ഹുമയൂൺ 1555 നഷ്ടപ്പെട്ട ഡൽഹിയുടെ അധികാരം തിരിച്ചുപിടിച്ചു. എന്നാൽ നിർഭാഗ്യവാനായ ഹുമയൂൺ അടുത്ത വർഷം 1556 തന്റെ ഗ്രന്ഥപുരയുടെ ഗോമണിപ്പടിയിൽ നിന്ന് വീണ് മരണപ്പെട്ടു. ഇതോടെ 14 വയസ്സുകാരനായ മകൻ അക്ബർ മുഗൾ ചക്രവർത്തിയായി അധികാരമേറ്റു. മുഗൾ സാമ്രാജ്യം വിസ്തൃതമാക്കുന്നതിൽ അക്ബർ പ്രധാന പങ്കുവഹിച്ചു. ഇതിനായി അദ്ദേഹം നടപ്പിലാക്കിയ പരിഷ്കാരമാണ് മൻസബ്ദാരി സമ്പ്രദായം. ഈ സമ്പ്രദായത്തിൽ ഓരോ മൻസാബും ഒരു നിശ്ചിത എണ്ണം സൈനികരെ തങ്ങൾക്കു കീഴിൽ നിലനിർത്തണമായിരുന്നു. രാജാ മാൻസിംഗ്, രാജാ ടോഡർമാൾ, ബിർബൽ, രാജാ ജയ്സിംഗ് തുടങ്ങിയവർ മുഗൾ ഭരണത്തിൽ പ്രധാന പദവികൾ വഹിച്ച രജപുത്രന്മാരായിരുന്നു. അക്ബറുടെ അധീനതയിൽ ഉൾപ്പെട്ട പ്രദേശങ്ങൾ ഖാൻഡേഷ്, ഗുജറാത്ത്, മാൾവ, ബീഹാർ, ബംഗാൾ, ഡൽഹി, മുൾത്താൻ, കാബൂൾ, കാശ്മീർ. അക്ബർ നിരക്ഷരനായ മുഗൾ ചക്രവർത്തിയായിരുന്നു. അക്ബർ മതസഹിഷ്ണുത പുലർത്തിയ മുഗൾ ചക്രവർത്തിയായിരുന്നു. ദീൻ ഇലാഹി എന്ന പേരിൽ ഒരു പുതിയ വിശ്വാസം അദ്ദേഹം അവതരിപ്പിച്ചു. അക്ബറുടെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന അബുൽ ഫസൽ എഴുതിയ ചരിത്രകൃതിയാണ് അക്ബർ നാമ. അക്ബർ നാമയ്ക്ക് 3 ഭാഗങ്ങളുണ്ട്. ആദ്യ ഭാഗം അക്ബറുടെ മുൻഗാമികളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. രണ്ടാം ഭാഗത്തിൽ അക്ബറുടെ ഭരണകാലത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. മൂന്നാം ഭാഗത്തിൽ അക്ബറുടെ ഭരണ സംവിധാനങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. മൂന്നാം ഭാഗം ഐനി അക്ബറി എന്നും അറിയപ്പെടുന്നുണ്ട്. അക്ബറിനു ശേഷം ഭരണം നടത്തിയത് ജഹാംഗീറാണ്. ജഹാംഗീറിനു ശേഷം മകനായ ഷാജഹാൻ മുഗൾ ചക്രവർത്തിയായി. നിർമ്മിതികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ഷാജഹാനാണ്. ഷാജഹാന്റെ പത്നി മുംതാസ് മഹലിന്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച താജ്മഹൽ, ചെങ്കോട്ട, ഡൽഹിയിലെ ജുമാ മസ്ജിദ്, ഇങ്ങനെ ധാരാളം നിർമ്മിതികൾ അദ്ദേഹത്തിന്റെ കാലത്താണ് നടന്നത്. ഷാജഹാന്റെ ഭരണകാലത്തിന് ശേഷം വന്ന ഔറംഗസേബ് മുഗൾ സാമ്രാജ്യത്തെ കൂടുതൽ വിസ്തൃതമാക്കി. ധാരാളം പ്രദേശങ്ങൾ ഔറംഗസേബ് മുഗൾ സാമ്രാജ്യത്തിന്റെ ഭാഗമാക്കി മാറ്റി. ഔറംഗസേബിന് ശേഷം മുഗൾ സാമ്രാജ്യം ദുർബലമായി. 1857 ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരത്തെ തുടർന്ന് മുഗൾ രാജവംശത്തിന് ഡൽഹി ഭരണം നഷ്ടമായി. ദക്ഷിണേന്ത്യയിലെയും പശ്ചിമേന്ത്യയിലെയും അധികാര കേന്ദ്രങ്ങൾ. മധ്യകാല ഇന്ത്യയിൽ ഡൽഹിക്ക് പുറമെ ഇന്ത്യയുടെ ഇതര മേഖലകളിലും ചില രാജവംശങ്ങൾ നിലനിന്നിരുന്നു. മധ്യകാല ഇന്ത്യയിൽ ദക്ഷിണേന്ത്യയിലും പശ്ചിമേന്ത്യയിലും നിലനിന്നിരുന്ന മറ്റു പ്രധാന രാജ്യങ്ങൾ ചോളരാജ്യം, വിജയനഗരം, ബാമിനി, മറാത്ത തുടങ്ങിയവയാണ്. ചോളരാജ്യം, വിജയനഗരം, ബാമിനി തുടങ്ങിയവ ദക്ഷിണേന്ത്യയിലും മറാത്ത പശ്ചിമേന്ത്യയിലുമാണ്. ചോളരാജ്യം CE 9ാം നൂറ്റാണ്ടോടെയാണ് ചോളവംശം പ്രബലമായത്. പ്രധാന ഭരണാധികാരികൾ രാജരാജ ചോളനും രാജേന്ദ്ര ചോളനുമാണ്. ശക്തമായ നാവിക സേന ചോളന്മാർക്കുണ്ടായിരുന്നു. സമുദ്രത്തിലെ ഈ സ്വാധീനം ഉപയോഗിച്ച് മലേഷ്യ, ഇന്തോനേഷ്യൻ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഇവർ നിയന്ത്രണം സ്ഥാപിച്ചു. വിജയനഗരം. വിജയനഗര രാജ്യത്തിൽ ധാരാളം തുറമുഖങ്ങൾ ഉണ്ടായിരുന്നു. വിശാലമായ വിജയനഗര രാജ്യം
ഒന്ന് യാത്ര ചെയ്യണമെങ്കിൽ കുറഞ്ഞത് 3 മാസത്തെ സമയമെങ്കിലും വേണമായിരുന്നു. രാജ്യത്തിന്റെ ഭൂരിഭാഗവും ഫലഭൂയിഷ്ടമായ പ്രദേശങ്ങളാണ്. സ്ഥിരമായി കൃഷിയിറക്കുന്ന പ്രദേശങ്ങളാണ് ഈ രാജ്യത്തിൽ ഉണ്ടായിരുന്നത്. ശക്തമായ സൈന്യത്തെയും ഇവർ നിലനിർത്തിയിരുന്നു. പേർഷ്യൻ സഞ്ചാരിയായ അബ്ദുൾ റസാഖിന്റെ വിവരണങ്ങളിൽ നിന്നാണ് ഈ വസ്തുതകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. CE 14 നൂറ്റാണ്ടിലാണ് വിജയനഗര രാജ്യം നിലവിൽ വന്നത്. വിജയനഗര രാജ്യത്തിന്റെ സ്ഥാപകർ ഹരിഹരൻ ബുക്കൻ എന്നിവരായിരുന്നു. പ്രധാന ഭരണാധികാരി കൃഷ്ണദേവരായർ ആണ്. ഭാമിനി രാജ്യം സ്ഥാപിച്ചത് അലാവുദ്ദീൻ ഹസൻ ബാമൻ ഷാ ആണ്. കൃഷ്ണ, തുംഗഭദ്ര എന്നീ നദികൾക്കിടയിൽ കിടക്കുന്ന റൈച്ചൂർ പ്രദേശം ഫലഭൂയിഷ്ടമായിരുന്നു. റൈച്ചൂർ പ്രദേശം ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നാണ് അറിയപ്പെടുന്നത്. ഫലഭൂയിഷ്ടമായ ഈ പ്രദേശത്ത് ആധിപത്യം നേടാൻ വിജയനഗര ഭരണാധികാരികളും ഭാമിനി രാജാക്കന്മാരും നിരന്തരം യുദ്ധങ്ങൾ നടത്തിയിരുന്നു. മറാത്ത രാജ്യം. CE 17 നൂറ്റാണ്ടിലാണ് മറാത്തകൾ പ്രബല ശക്തിയായി മാറിയത്. ഭൂമിശാസ്ത്ര സവിശേഷതകൾ മറാത്തകളുടെ വളർച്ചയെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. വിന്ധ്യ, സത്പുര പർവ്വതങ്ങളും നർമ്മദ, താപ്തി നദികളും മറാത്ത പ്രദേശത്തെ സമീപ പ്രദേശങ്ങളിൽ നിന്നും വേർതിരിച്ചു. ഇത് മറാത്ത പ്രദേശത്തിന് പ്രകൃതിദത്തമായ സംരക്ഷണം നൽകി. മറാത്തി ഭാഷയും സാഹിത്യവും ജനങ്ങളിൽ ഐക്യബോധം വളർത്തി. മറാത്ത രാജ്യത്തിലെ പ്രധാന ഭരണാധികാരി ശിവജി ആയിരുന്നു. 1674 ഛത്രപതി എന്ന സ്ഥാനപ്പേര് അദ്ദേഹം സ്വീകരിച്ചു. ശക്തമായ നാവികസേനയും കരസേനയും മറാത്ത രാജ്യത്തിന്റെ പ്രത്യേകതയായിരുന്നു. ഈ ഘടകങ്ങൾ മറാത്തകളെ പ്രബല രാഷ്ട്രീയ ശക്തിയായി മാറാൻ അവരെ സഹായിച്ചു. മറാത്ത രാജ്യത്തിന്റെ ആസ്ഥാനം പൂനെ ആയിരുന്നു.